ഹായ് ഗൈസ്, ക്രിയേറ്റീവ് ബ്ലെൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് നിൽക്കുന്നത് കുമരകത്താണ്. നമ്മൾ ഈ കാണുന്ന ഹൗസ് ബോട്ടിലാട്ടോ ഇന്ന് യാത്ര ചെയ്യുന്നത്. അതിൻ്റെ ഒരു ട്രയലൊക്കെ അവർ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും വെയിറ്റിങ്ങിലാണ്. കാരണം ഇതിൽ കയറാനും ട്രാവൽ ചെയ്യാനും വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും വെയിറ്റിങ്ങിലാണ്. എൻ്റെ കുറേ കസിൻസും റിലേറ്റീവ്സും ഒക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുമായിട്ട് നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ വന്നതാണ് കുമരകത്ത്. നിങ്ങൾ ആരെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്ന നമ്പറാണ് കേട്ടോ. അങ്ങനെ ഹൗസ് ബോട്ടിനുള്ളിലോട്ട് നമ്മൾ കയറി. ഇതിൻ്റെ ഓരോ ഭാഗങ്ങൾ കാണുമ്പോഴും നമുക്കൊരു വീട് പോലെ തന്നെയാണ് തോന്നുന്നത്. കാരണം നമ്മുടെ വീട്ടിലൂടെ നമ്മൾ ചെന്നതുപോലെ തന്നെയാണ് തോന്നുന്നത്. അത്രയ്ക്കും ഇൻറ്റീരിയർ സൂപ്പറായിരുന്നു. ഇത് ഹൗസ് ബോട്ടിൻ്റെ അപ്പർ സ്റ്റെയറിലുള്ള ഒരു വ്യൂ ആണ്. ഇവിടെ നമുക്ക് ഇരിക്കാനും ഒക്കെ സ്ഥലമുണ്ട്. അതുപോലെ തന്നെ അവിടെ നിന്നിട്ടുള്ള വ്യൂ എന്ന് പറയുന്നത് നിങ്ങൾ ഈ കാണുന്ന വ്യൂ ആണ്. അടിപൊളിയാണ് കാണാനായിട്ട്. ഫാമിലി ആയിട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തായിരുന്നു. നമുക്കിനി ഹൗസ് ബോട്ടിനകത്തുള്ള ഫെസിലിറ്റീസൊക്കെ ഒന്ന് കാണാം. അതുപോലെ തന്നെ 45 പേഴ്സൺസിന് വരെ നമുക്കിവിടെ അലോഡാണ്, അവർ പറയുന്നുണ്ട്. അത്രയും പേഴ്സൺസിന് അതിനകത്ത് കയറ്റുന്നത്. അപ്പോൾ നമ്മൾ അത്യാവശ്യം മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. ഫാമിലി മെമ്പേഴ്സും റിലേറ്റീവ്സും ഫ്രണ്ട്സും എല്ലാവരും കൂടി ആയിട്ടാണ് നമ്മൾ പോയത്. ലൈഫ് ജാക്കറ്റും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. അല്ലെങ്കിലും എല്ലാ ബോട്ടുകളിലും അത് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെയുള്ള ഫെസിലിറ്റീസിൽ ഒരെണ്ണം എന്ന് പറയുന്നത് 2 റൂംസോളം വലിയ ഫാമിലിക്ക് തന്നെ അവിടെ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള 2 റൂംസാണ് നമുക്ക് കിട്ടിയത്. അതിൽ തന്നെ ബാത്ത് അറ്റാച്ച്ഡ് ആയിരുന്നു. വളരെയധികം കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. വയസ്സായവരും ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അവരും നന്നായിട്ടൊക്കെ എൻജോയ് ചെയ്ത് ഒന്ന് റിലാക്സ് ചെയ്തായിരുന്നു. അത്രയ്ക്ക് കാം ആൻഡ് പീസ്ഫുള്ളായിരുന്നു. അതുപോലെ തന്നെ മുതിർന്നവർ വരുമ്പോഴത്തേനും അവർക്ക് കുറച്ചൊന്ന് വിശ്രമിക്കാനൊക്കെ ഒരു ഇത് കിട്ടുന്നത് വളരെ നല്ലതാണല്ലോ. അത് മാത്രമല്ല നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു കേട്ടോ. പറയാതിരിക്കാൻ വയ്യ, അത്രയ്ക്കും നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. നിങ്ങൾക്ക് വരാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളൊന്ന് വന്നിട്ട് ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുക. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന അപ്പുക്കുട്ടൻ അങ്കിളിനെ കാണാനാണ്. ഈ അങ്കിളാണ് നമുക്ക് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. ഇവരുടെ തന്നെയാണ് ഹൗസ് ബോട്ടും. വളരെയധികം വൃത്തിയോട് കൂടിയായിരുന്നു കേട്ടോ ഫുഡൊക്കെ നമുക്ക് തന്നത്. പിന്നെ കുറച്ച് ഫുഡ് ഒരു പപ്പടമൊക്കെ തന്നു കേട്ടോ. ഈ പപ്പടമൊക്കെ കൊണ്ട് ഞാനിങ്ങനെ കറങ്ങി പോയപ്പോഴത്തേന് അത് താഴെ വീണു കേട്ടോ. ഞാനത് ശ്രദ്ധിച്ചില്ല. പിന്നെ കുറച്ചങ്ങോട്ട് മുകളിലെത്തിയപ്പോഴത്തേന് 2-3 പപ്പടമൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോയി. അന്ന് സാരമില്ല, കാരണം പപ്പടമല്ലേ, താഴെ വീണാൽ പൊട്ടിപ്പോവും. അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. പിന്നെ ഞാനവിടെ ഫുഡ് അല്ലാണ്ട് തന്നെ നമുക്ക് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ അവർ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് മുകളിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും അത് കഴിച്ചിട്ട് ഇരിക്കുമ്പോഴാണ് ഈ പപ്പടം തന്നു വിട്ടത്. പക്ഷെ അത് കുറേയൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോയി. സാരമില്ല, ബാക്കിയൊക്കെ ഞങ്ങൾ ഒന്ന് കോംപ്രമൈസിൽ എല്ലാവരും കൂടെയൊക്കെ കഴിച്ചു കേട്ടോ. ഇത് കണ്ടപ്പോൾ ഞങ്ങളുടെ കൂടെ വന്ന ആണുങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷമായിട്ടോ. പക്ഷെ എനിക്കത്ര സന്തോഷമായില്ല. സാരമില്ല, ഇന്നൊരു ദിവസത്തേക്കല്ലേ അല്ലേ. ഈ ലൈഫ് ജാക്കറ്റൊക്കെ കണ്ടപ്പോഴത്തേനും എനിക്കൊന്ന് തൊടണമെന്നൊക്കെ തോന്നി. കാരണം ഇത് ഞാൻ കണ്ടിട്ടില്ല, ഞാനിങ്ങനെ എടുത്തിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ പോയി തപ്പി എടുത്തൊക്കെ നോക്കിയപ്പോഴത്തേനും എനിക്കൊരു പേടിയൊക്കെ. ഇനിയിപ്പോൾ അഥവാ വല്ല വെള്ളത്തിലും വീണ് കഴിഞ്ഞാൽ അപ്പോഴത്തേനും എൻ്റെ അനുചേട്ടൻ്റെ ഫാദറും കൂടിയൊക്കെ വന്നു. പിന്നെ അവർ വന്നപ്പോഴത്തേനും എൻ്റെ ആ ഒരു പേടിയൊക്കെ അങ്ങ് മാറി കേട്ടോ.
പിന്നെ ഞങ്ങളുടെ കൂടെ വന്ന ഞങ്ങളുടെ ഫ്രണ്ട്സ് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു, അവരുടെയൊക്കെ മക്കളാണ്. അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം ഇവിടെ ഇരുന്ന് കാണാനൊക്കെ തുടങ്ങി. പിന്നെ ഈ ഇദ്ദേഹം നമുക്കെല്ലാം പറഞ്ഞു തന്നു കേട്ടോ. ഈ വണ്ടി ഓടിക്കുന്ന, ഈ ഒരു ബോട്ട് ഓടിക്കുന്ന വ്യക്തി നമുക്കെല്ലാം ഒന്ന് പറഞ്ഞൊക്കെ തന്നു. നമ്മൾ എങ്ങോട്ടാണ് പോണേ, നമ്മൾ എന്തിനാ പോണേ, നമ്മൾ എന്തൊക്കെ കാണാനാണ് പോണേ എന്നൊക്കെ ഉള്ളത് എല്ലാം ഡീറ്റെയിൽ ആയിട്ടൊക്കെ നമുക്ക് പറഞ്ഞു തരും. നല്ലൊരു രസികനായിരുന്നു അദ്ദേഹം. ഞങ്ങൾ നന്നായിട്ട് എൻ്റർടൈൻ ചെയ്തു. നമ്മൾ ഈ യാത്ര ചെയ്ത് പോയ റൂട്ടൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട്, കുഞ്ഞു മക്കൾ തൊട്ട് വയസ്സായവർ വരെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന രീതിയിലായിരുന്നു യാത്രയൊക്കെ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, സൂപ്പറായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ലാത്ത വൈബായിരുന്നു. അങ്ങനെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് വളരെയധികം രസിച്ചിരുന്ന സമയത്താണ് നമുക്കിവിടെ ഫുഡ് വന്നത്. ഉച്ചത്തെ ഫുഡാട്ടോ വന്നത്. ചോറും കപ്പും മീൻ കറിയും മീൻ വറുത്തതും പിന്നെ ബീഫും ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞണ്ട് റോസ്റ്റ് ഉണ്ടായിരുന്നു, പ്രോൺസിൻ്റെ ഒരു കറി ഉണ്ടായിരുന്നു. അത് മുകളിലോട്ട് കൊണ്ടുവന്നിട്ടില്ല, കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ കുറച്ച് സാധനങ്ങളായിട്ട്. അങ്ങനെ അടിപൊളി ലഞ്ചായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മുടെ വീട്ടിലേക്ക് അമ്മമാരൊക്കെ ഉണ്ടാക്കി തരുന്നത് പോലെ തന്നെ അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. അവിടെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു, എല്ലാവരും പറയുന്നുണ്ടായിരുന്നു സൂപ്പർ ഫുഡായിരുന്നു. അങ്ങനെ പ്രോൺസും ബാക്കി എല്ലാ കാര്യങ്ങളും കൂടിയൊക്കെ വന്നു. ഞങ്ങളെല്ലാവരും ഫുഡ് നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിച്ചു. വളരെയധികം നല്ലതായിരുന്നു. സാലഡും കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ കട്ട് ചെയ്ത് അവർ കൊണ്ടുവന്നായിരുന്നു. വളരെയധികം നല്ല നീറ്റ് ഡീലിംഗ് ആയിരുന്നു കേട്ടോ. അത്രയ്ക്കും നല്ല, എന്തോ പറയാനാ, നമ്മളിപ്പോൾ ഒരു ബോട്ടിലൊക്കെ പോകുമ്പോഴത്തേനും ഫുഡൊന്നും ചില കുട്ടികൾക്കൊന്നും ഇഷ്ടപ്പെടില്ല. പക്ഷേ ഇവിടെ നമ്മുടെ കൂടെ വന്ന എല്ലാ കുട്ടികൾക്കും ഫുഡ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. കാരണം അധികം എരിവൊന്നും ഇല്ല, എരിവൊക്കെ ഭയങ്കരമായിട്ട് കുറച്ചിട്ടൊന്നും ഇല്ലെങ്കിൽ കൂടി കുട്ടികൾക്ക് കഴിക്കുന്ന രീതിക്ക് പറ്റുന്ന രീതിക്ക് അവർ ചെയ്തിട്ടുണ്ട്, അവർ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ വലിയ കാര്യം. പാവം ഇദ്ദേഹം കുറച്ച് നേരമായിട്ട് ഓടിക്കുന്ന കണ്ടിട്ട് എൻ്റെ ഭർത്താവിന് തോന്നി ഒന്നും ഓടിക്കാം. അപ്പോൾ അദ്ദേഹം കൊടുക്കുകയും ചെയ്തു കേട്ടോ. ചോദിച്ച ഉടനെ കൊടുത്തു. പിന്നെ എനിക്ക് മനസ്സിലായി ഇത് ആർക്കും ഓടിക്കാൻ പറ്റും കേട്ടോ, എൻ്റെ ഹസ്ബൻഡിന് മാത്രമല്ല ആർക്കും ഓടിക്കാൻ പറ്റും. കാരണം ഇതിങ്ങനെ തിരിച്ചാൽ മാത്രം മതി. ഞാൻ ചുമ്മാ പറഞ്ഞതാട്ടോ, ഇവിടെ ഗിയറും ആക്സിലറേറ്ററൊക്കെ കൊടുക്കണം, എന്നാലേ വണ്ടി പോകത്തുള്ളൂ, അല്ലാണ്ട് ചുമ്മാ അത് തിരിച്ചാൽ മാത്രം പോരാ. അദ്ദേഹം നന്നായിട്ട് ഗൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഓടിച്ചുകൊണ്ടിരുന്ന വ്യക്തി നന്നായിട്ട് ഗൈഡ് ചെയ്തിട്ടാണ് ഹസ്ബൻഡ് ഓടിച്ചത് കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം.
അങ്ങനെ നമ്മുടെ കുമരകം യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ ഫ്രണ്ട്സ്.